ഇന്ന് നമുക്ക് വീണ് കിട്ടിയൊരു ഒഴിവ് ദിവസമാണ്. നാട്ടിലെ പോലെ ഇടയ്ക്കൊരു ജയന്തിയും പിന്നെ ഒരു ഹർത്താലും അങ്ങനെയൊന്നും നമുക്ക് ഇവിടെ കിട്ടാറില്ല. നമുക്ക് ആകെ ഒരു വെതർ കണ്ടീഷൻ മോശമായുള്ള ലീവും ഈദിന്റെ ഹോളിഡേയ്സും മാത്രമേ സ്കൂളുകളിലൊക്കെ കിട്ടാറുള്ളൂ. ഇപ്പം മച്ച് ബെറ്ററാണ്. സ്കൂളുകൾക്ക് മിനിസ്ട്രീസ് ലോങ് വീക്കെൻഡ് എന്നൊക്കെ പറഞ്ഞ് ലീവുകൾ കൊടുക്കാറുണ്ട്. പക്ഷെ അത് ഡിപ്പെൻഡ്സ് അപ്പോൺ സ്കൂൾ. ചില സ്കൂളുകൾ ഉണ്ടാവും, ചില സ്കൂളിൽ അങ്ങനത്തെ ലീവുകൾ പ്രൊവൈഡ് ചെയ്യാറില്ല. സാധാ വീക്ക് ഡേയ്സിലെ ഞങ്ങളെ ലഞ്ച് തലേ ദിവസം ഡിന്നറിന് എന്താണോ ഉണ്ടാക്കിയത് അത് തന്നെയാണ്. അപ്പോൾ ഇന്ന് കുറച്ച് ചൂടോടെ ഈ തണുപ്പത്തൊരു ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. സിമ്പിളായിട്ടുള്ള ലഞ്ചാണ്. അധികം പണിയെടുത്തിട്ട് ഇന്നത്തെ ഒരു ലീവ് ദിവസം കളയണ്ടല്ലോ. നെയ്ച്ചോറും ബീഫ് ലിവർ കറിയും പപ്പടും, വേറൊന്നും ചെയ്യാതെ നല്ല മടിയും പിടിച്ച് മഴയും കണ്ട് ആസ്വദിച്ച് അവിടെ നിന്ന്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബാൽക്കണിയിൽ വന്ന് നോക്കുന്നത് മഴൻ്റെ അപ്ഡേറ്റ്സ് അറിയാൻ വേണ്ടിയിട്ടാട്ടോ. എൻ്റെ ബാൽക്കണിയൊക്കെ ആകെ പൊടി ഒക്കെ കലങ്ങി വെള്ളമൊക്കെ ചേർന്ന ഒരു വിധമായിട്ടുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ച് ഗ്രീൻ കാർപ്പറ്റ് മാറ്റിയാലോ, പിന്നെ ഞാനത് എത്ര നോക്കട്ടെ മഴ കണ്ടിട്ട് മാറ്റാം എന്ന് വിചാരിച്ച് അവിടെ തന്നെ വെച്ചേ. അപ്പം ഇന്നത്തെ ലഞ്ച് ഞങ്ങൾ പതുക്കെ അങ്ങ് കഴിച്ചു. പിന്നെ എനിക്ക് ഒരൊറ്റ മിനിറ്റ് പോലും ഇരിക്കാൻ പറ്റണില്ല. ഞാൻ ഉറങ്ങിപ്പോയി. ഒരൊറ്റ ഉറക്കമായിരുന്നു. മഴയെ ആസ്വദിച്ച് ബെഡ്റൂമിൽ നിന്ന് നേരെ വിൻഡോയിലോട്ട് നോക്കിയാൽ മഴയും ആകാശവും ഒക്കെ കണ്ടങ്ങ് കിടക്കാം. അപ്പം ഞാൻ അതും കണ്ടങ്ങോട്ട് ഉറങ്ങിപ്പോയി. ഉറങ്ങി നീച്ചപ്പം നല്ലൊരു നിലാവിൻ്റെ വെളിച്ചം ആ വിൻഡോയിലൂടെ ചുമരിൽ പതിഞ്ഞിരുന്നു കേട്ടോ. ഞാൻ അതിൽ കുറച്ച് നേരം ഞാനിങ്ങനെ സ്റ്റക്കായിപ്പോയി. പിന്നെ വെയിലായാലും മഴയായാലും ചായ പരിപാടിയൊന്നുമില്ല, ചായ കുടിക്കില്ല. അതുകൊണ്ടാണ്. അപ്പോൾ അത് വീണ്ടും ഒരു ഗുഡ് ന്യൂസ് മൊബൈലിൽ കിടപ്പുണ്ട്. നാളെ സ്കൂളില്ല എന്നുള്ള ആ ഒരു ആശ്വാസത്തിൽ ഇന്നത്തെ ദിവസം അങ്ങനെ അങ്ങോട്ട് ഒരു ഒഴുക്കുമാട്ടിൽ അങ്ങ് തീർത്തു.